നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തുപറ്റി? നിന്റെ ചെവിക്കൽ അടിച്ചുപോയി. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പോടാ ഇവിടെ. അവിടെ നല്ല ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം ഉണ്ട്. എല്ലാം എന്റെ വക. എന്ത് വേണേ എടുത്തു വെച്ചു. അപ്പൊ സാറ് ഞങ്ങളെ ഊട്ടാൻ വന്നിരിക്കണല്ലേ? ഇന്നല്ല എന്റെ വക ഫ്രീ. അപ്പൊ സാറ് വാങ്ങിച്ചിട്ടേ പോകൂ. ആരാ വാങ്ങിക്കുക ആരാ പോവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആണോ? എന്നാ അടിച്ച് കേറി വാ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുറകെ വന്നടിക്കുന്നു. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിറകെ വന്ന് ശബ്ദമുണ്ടാക്കി ചവിട്ടരുത്. അത് ശബ്ദമുണ്ടാക്കാതെ ഇങ്ങനെ വന്ന് തിരിഞ്ഞു നിന്ന് പുറകിന്ന് ഒരൊറ്റ ചവിട്ടും. ഇങ്ങനെ വേണം ചവിട്ടാൻ. മനസ്സിലായ? അല്ലാതെ ആവശ്യമില്ലാതെ ലോക്കിടുന്നോടാ. ഇതാണ് മറലോക്ക്. എന്താ മോനെ? കുളിക്കോ? ഇപ്പൊ 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 ശരിയാക്കി. അവരോടി. ഇനി നീ കൂടെ ഉള്ളൂ. നീ നിൽക്കുന്നോ അതോ പോകുന്നോ? എന്തുപറ്റി? നിന്റെ ചെവിക്കൽ അടിച്ചുപോയി. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പോടാ ഇവിടെ. എന്താടാ ബാബേ, പേടിച്ചു പോയോ? സിമ്പിൾ. നന്ദിയുണ്ട് സർ, വളരെ നന്ദിയുണ്ട്. അല്ല, ഫംഗ്ഷൻ തുടങ്ങിയില്ലേ? തുടങ്ങുന്നു. ഞാൻ ലേറ്റ് ആയിപ്പോയി. മോളെ കൊണ്ട് ചെല്ല്, ഞാൻ വരാം. ശരി സർ. വാ മോളെ.
ഹലോ സർ. സർ, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം തക്ക സമയത്ത് താങ്കൾ ഇടപെട്ടതുകൊണ്ടാണ് തടയാൻ കഴിഞ്ഞത്. വന്ദന ചേച്ചി ഇല്ലാതെ വർഷമാണെങ്കിൽ മണ്ഡപത്തിലേക്ക് കയറിയില്ല. ഫലത്തില് താങ്കൾ ഈ കല്യാണം മുടങ്ങാതെ കാത്തു എന്ന് പറയുന്നതാവും ശരി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഏയ്, ഞാൻ നന്ദി പറയേണ്ടത് വിക്രമനോടാ. മനസ്സിലായില്ല. ഞാൻ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം എനിക്ക് സ്ഥിരം വില്ലൻ വേഷമാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഒരമ്മയും മകളെയും ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച് വീരനായകന്റെ വേഷം കെട്ടാൻ അവസരം ലഭിച്ചു. അതിന് വഴി തെളിച്ചത് വിക്രമിന്റെ ഹൽദി ആഘോഷമാണ്. അതിനാണ് താങ്ക് യു പറയേണ്ടത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു വിഷയമാണ്. ഗുണ്ടകളുടെയും കൊട്ടേഷൻ സംഘത്തിന്റെയൊക്കെ ശത്രുവാണ് വിക്രം. അങ്ങനെയുള്ള വിക്രമന്റെ സാമ്രാജ്യത്തിലേക്ക് ഗുണ്ടകളെ അയച്ചവൻ ഒരു സാധാരണക്കാരനല്ല, കരുത്തനാണ്. നല്ല കരുതൽ വേണം. ഇവിടെ നായകന്റെ റോള് വിക്രമനാണ്. ഓക്കെ, നന്ദിയുണ്ട്, 1000 നന്ദി. എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാല്ലേ? തുടങ്ങിയാൽ മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. വീണ്ടും തട്ടിക്കൊണ്ടുവന്ന വക്കീലും നിയമങ്ങളും ഒക്കെ തലപൊക്കില്ലെന്നാ എന്റെ സംശയം. കൊച്ചു ജീവിച്ചിരിക്കുന്ന അപകടം, അതിനെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന വഴിയാ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാഗി, നീ ഇതെവിടായിരുന്നു? ഞാൻ എത്ര വർഷം നിന്നെ ഫോണിൽ വിളിച്ചു, കിട്ടുന്നില്ലായിരുന്നു. ഇവക്കിത് എന്തു പറ്റി? വന്ദന, പ്രോഗ്രാം തുടങ്ങാറായി. നീ വരുന്നില്ലേ? ഇല്ല സുചിത്ര ചേച്ചി, ഞാനും ദേമോളും ഇവിടെ ഇരുന്നോളാം. പ്രോഗ്രാം കാണാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല ഞാൻ. അത് കൊള്ളാം. വന്ദന, ആദ്യം നിന്റെ ആ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കേണ്ടത്. ദേ, ആളുകളായിട്ടൊക്കെ ഒന്ന് ഇടപഴകി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ മാത്രമേ ആ മാനസികാവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാവൂ. ദിയമോക്ക് പ്രോഗ്രാം കാണണ്ടേ? കാണണം. വാ വന്ദനമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.